അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു സമൂഹവും അതിൻ്റെ അവധിയെ മുൻകടക്കുകയോ പിൻകടക്കുകയോ ചെയ്തിട്ടുമില്ല. ശിക്ഷയുടെ അവധി എത്തും മുമ്പ് ലഭിക്കുന്ന ഈ ഇടവേള മനുഷ്യനെ വഞ്ചിക്കാതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ നടപടിക്രമം അതിൻ്റെ വഴിക്ക് യഥാസമയം വന്നുകൊള്ളും. അക്കാര്യം പിറകെ അവൻ അറിയും. നാടുകൾക്കും ജനതകൾക്കും അള്ളാഹു നൽകുന്ന ആ നിശ്ചിത അവധി അവയുടെ പ്രവർത്തനത്തിനു വേണ്ടിയാണ്. ആ പ്രവർത്തനത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലമുണ്ടാവുക. ആ നാടുകൾ വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്താൽ അവയുടെ അവധി അള്ളാഹു നീട്ടിക്കൊടുക്കും. പിന്നെയും അവ ഈ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നെല്ലാം മാറുകയും നന്മയുടെ യാതൊരു അടയാളവും അവരിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ അവധി എത്തുന്നു. അവയുടെ അസ്തിത്വം അവസാനിക്കുന്നു. ഒന്നുകിൽ സർവനാശത്തിലൂടെ, അല്ലെങ്കിൽ ബലക്ഷയത്തിലൂടെ, തകർച്ചയിലൂടെയും താൽക്കാലികമായി അവർ നശിക്കുന്നു. വിശ്വസിക്കുകയോ സൽക്കർമ്മങ്ങൾ ചെയ്യുകയോ നീതി പാലിക്കുകയോ ചെയ്യാത്ത ചില സമൂഹങ്ങൾ ഇതോടൊപ്പം തന്നെ ശക്തമായും സമ്പന്നവുമായി അവശേഷിക്കുന്നുണ്ടല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ സമൂഹങ്ങളിൽ നന്മയുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ടാകാതിരിക്കില്ല. അത് ചിലപ്പോൾ ഭൂമിയിൽ അവർ നന്നായി അധിവസിക്കുന്നു എന്നതുമാകാം. പരിമിതമായ തോതിലാണെങ്കിലും സ്വന്തം മക്കൾക്കിടയിൽ അവർ നീതി പാലിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ചില ഭൗതിക നന്മകളെങ്കിലും അവക്കിടയിൽ ബാക്കിയുണ്ടാകാം. ആ നന്മകളും നിശേഷം വറ്റിപ്പോകുന്നത് വരെയാണ് അവയുടെ ജീവിതം. അത് കഴിഞ്ഞാൽ സുനിശ്ചിതമായ സമയം വന്നെത്തുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങൾക്ക് മാറ്റമേതുമില്ല. ഒരു സമൂഹം അതിൻ്റെ അവധിയെ മുൻകടക്കുകയോ പിൻകടക്കുകയോ ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.